ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരധ്യായം കഴിഞ്ഞു. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബാബു മാ ജാഅ ഫീ ഖാതമിൻ നബുവ്വ. ഖാതമുൻ നബുവ്വത്തിനെ കുറിച്ച് വന്ന ഹദീസുകളെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. ഖാതമുൻ നബുവ്വത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വ മുദ്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വം തിരിച്ചറിയാൻ മുൻകാല വേദങ്ങളിൽ പോലും പ്രതിപാദിച്ച അടയാളമാണ് ഖാതമുൻ നബുവ്വ. അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത നിവേദനങ്ങളാണ് നാം ഇവിടെ എന്താവുന്നത്, ഈ ഹദീസിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ ചരിത്രത്തിൽ ഇടം നേടിയ, ചർച്ച ചെയ്യപ്പെട്ട ഒരു നേതാവും ഇല്ല, നമുക്ക് കാണാൻ കഴിയില്ല. നബി തങ്ങളുടെ എല്ലാ മേഖലകളും, പ്രവാചകത്വ മുദ്ര എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ രണ്ട് ചുമലുകൾക്കിടയിലുള്ള മാംസളമായ ഭാഗമാണ് നമ്മൾ പറയും. അപ്പോൾ അതുപോലും, ശരീരത്തിലുള്ള ഒരു അടയാളം പോലും എന്തായിട്ടുണ്ട്, ചരിത്രത്തിലുണ്ട്. പ്രശസ്ത അമേരിക്കൻ ആസ്ട്രോഫിസിസ്റ്റായ ജ്യോതിശാസ്ത്രജ്ഞനായ മൈക്കൽ എച്ച് ഹേർട്ട്, എല്ലാവർക്കും അറിയില്ലേ, തൻ്റെ ദി 100 റാങ്കിങ് ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ ആദ്യമായി ഉൾപ്പെടുത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രൊഫറ്റ് ഓഫ് ഇസ്ലാം എന്നാണ് അതിൽ കാണാൻ കഴിയുക. തൻ്റെ അനുയായികൾ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ഒരു മുസ്ലിം അല്ല, അദ്ദേഹത്തിന് വേണമെങ്കിൽ ജീസസ് ക്രിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ദൈവം, അവരുടെ ദൈവമായ ക്രിസ്തുവിനെ രേഖപ്പെടുത്താമായിരുന്നു. ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ്, ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ആരെയാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, I was the only man in history who has supremely successful on both the religious and the secular level. അപ്പോൾ എന്തായാലും പറഞ്ഞു വന്നത്, നബിതങ്ങളെപ്പോലെ ചർച്ച ചെയ്യപ്പെട്ട ഒരാളും ചരിത്രത്തിലില്ല, നബിതങ്ങളെപ്പോലെ ചരിത്രത്തിൽ ഇടം നേടിയ ഒരാളും ലോക ചരിത്രത്തിൽ ഇല്ല. ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് ഹദീസിലേക്ക് കടക്കാം. حدثنا أبو رجاء قتيبة بن سعيد قال حدثنا حاتم بن إسماعيل عن الجعد بن عبد الرحمن قال سمعت سائب بن يزيد يقول, സായിബ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ദഹബത് ബി ഖാലത്തി, എൻ്റെ ഖാലത്ത്, അമ്മായി അഥവാ ഉമ്മയുടെ സഹോദരിക്കാണ് ഖാലത്ത് എന്ന് പറയാം. എൻ്റെ ഖാലത്ത് എന്നെ കൂട്ടിപ്പോയി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ അരികിലേക്ക്. ഫഖാലത്ത്, അപ്പോൾ മഹദി, എൻ്റെ ഖാലത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ അള്ളാഹിൻ്റെ റസൂലെ, ഇന്നബ്ന ഉഖ്തി വജിഉൻ, ഇതാ എൻ്റെ ഈ സഹോദരി പുത്രന് സുഖമില്ല, രോഗമാണ് എന്ന് പറഞ്ഞു. എനിക്ക് രോഗം ബാധിച്ചപ്പോഴാണ് പോകുന്നത്. സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫമസഹ റസൂലുള്ളാഹി, അപ്പോൾ റസൂലുള്ള തടവി, റഅസി, എൻ്റെ തല തടവി, എന്നിട്ട് വദഅലി ബിൽ ബറക, എനിക്ക് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു തന്നു, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു തന്നു. സുബ്ഹാനല്ലാഹ്, വതവല്ല, റസൂലുള്ള വുളൂ ചെയ്തു.
ഫശരിബ്തു മിൻ വളൂഇഹി, റസൂലുള്ള വുളൂ ചെയ്ത വെള്ളത്തിൽ നിന്ന് ഞാൻ കുടിച്ചു. സ്വഹാബത്ത് അങ്ങനെയാണ്, നബി തങ്ങൾ വുളൂ ചെയ്ത വെള്ളം കുടിക്കും, അവിടുത്തെ രക്തം പോലും കുടിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയായിരുന്നു സ്വഹാബത്ത്. അതിനിടയിൽ ബഹുമാനപ്പെട്ട സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തല എന്തായി? തടവി. അന്ന അസറ മസ്ഹിഹി മിൻ റഅസി സായിബ് ലം യസൽ അസ്വദ മഅ ശൈബി മാ സിവാ. റസൂലുള്ള തടവിയ ആ തല തടവിയ ഭാഗം ഉണ്ടല്ലോ, അത് മരിക്കണ വരെ നരച്ചിട്ടില്ല. സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തലയിൽ നിന്ന് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നരച്ച്. റസൂലുള്ള തടവിയ ഭാഗം എന്തായിട്ടില്ല? രോഗം വന്ന സമയത്ത് തടവി കൊടുത്തല്ലോ, അത് നരച്ചിട്ടില്ല. സായിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമയായ അതാ റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടത്തോട് ചോദിക്കുന്നുണ്ട്, മാ റഅയ്തു അഹദൻ അഅജബ ശഹറൻ മിൻക. അതാ റളിയല്ലാഹു അൻഹു സായിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അങ്ങയേക്കാൾ അത്ഭുതമുള്ള ഒരാളുടെ മുടി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ മഹാനവറുകൾ പറയാണ്, ബാറക്കല്ലാഹു ഫീക എന്ന് റസൂലുള്ളാഹി എനിക്ക് ദുആ ചെയ്ത് തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അല്ലാഹു തആല എനിക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് എന്തായിട്ടുണ്ട്? വദഅലി ബിൽ ബറക്ക എന്ന് പറഞ്ഞല്ലോ, എനിക്ക് ബർക്കത്തിന് വേണ്ടി ദുആയിരുന്നു. 74-ാം വയസ്സിൽ വളരെ ആരോഗ്യവാനായി, കാഴ്ച നഷ്ടപ്പെടാതെ, കേൾവി കുറയാതെ, ആരോഗ്യത്തിന് ഒരു ക്ഷയവുമില്ലാതെ ബഹുമാനപ്പെട്ടവരെ കണ്ടപ്പോൾ സ്വഹാബത്തിനോട് മഹാനവറുകൾ പറഞ്ഞ മറുപടിയാണ്, ഖദ് അലിംതു അന്നി മാ മുത്തിഅതു ബിസംഇ വബസ്വരി ഇല്ലാ ബിബറകതി ദുആഇൻ നബി. സായിബ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് ഈ നല്ല കേൾവിയും കാഴ്ചയും എനിക്ക് ഈ ആരോഗ്യമൊക്കെ കിട്ടാനുള്ള കാരണം, ഇതുകൊണ്ടൊക്കെ ഞാൻ ആസ്വദിക്കാൻ കാരണം എന്തല്ല, ഇല്ലാ ബിബറകതി ദുആഇൻ നബി, റസൂലുള്ളാഹിന്റെ ദുആന്റെ ബർക്കത്തല്ലാതെ വേറൊന്നുമല്ല. എന്തായാലും അപ്പോൾ സായിബ് റളിയല്ലാഹുവിൻ്റെ തലയിൽ തടവി കൊടുത്തു, ബർക്കത്തിന് വേണ്ടി ദുആയിരുന്നു. റസൂലുള്ള വുളൂ എടുത്തു, റസൂലുള്ള വുളൂ ചെയ്ത വെള്ളത്തിൽ നിന്ന് സായിബ് റളിയല്ലാഹു അൻഹു കുടിച്ചു. ഇനിയാണ് വിഷയം. വഖുംതു ഖൽഫ ലഹ്രിഹി, എന്നിട്ട് ഞാൻ അവിടുത്തെ പിൻഭാഗത്ത് നിന്നു. റസൂലുള്ളാഹിൻ്റെ പിൻഭാഗത്ത് നിന്നു. ചിലപ്പോൾ നിസ്കരിക്കാൻ വേണ്ടിയായിരിക്കാം, വുളൂ എടുത്തതല്ലേ. എന്തായാലും റസൂലുള്ളാഹിൻ്റെ പിൻഭാഗത്ത് നിന്നു. അപ്പോൾ ഫനദർതു ഇലൽ ഖാതമി ബൈന കതിഫൈ, ഞാൻ അവിടുത്തെ ചുമലുകൾക്കിടയിലെ പ്രവാചകത്വ മുദ്രയിലേക്ക് ഞാൻ നോക്കി. ബേക്കിലല്ലേ പ്രവാചകത്വ മുദ്ര, 2 ചുമലുകൾക്കിടയിലുള്ള ആ ഖാതമുൻ നുബുവത്തിലേക്ക് ഞാൻ നോക്കി. ഫഇദാ ഹുവ, അപ്പോൾ അത് മിസ്ലു സിർരിൽ ഹജലത്തി, പ്രാവിൻ്റെ മുട്ടയെപ്പോലെയായിരുന്നു. ഹജലത്ത് എന്ന് പറഞ്ഞാൽ പ്രാവ്, അല്ലെങ്കിൽ ചില ആളുകൾ പറഞ്ഞു ഹജ്ല എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പക്ഷി തന്നെ ഉണ്ട്. ആ പക്ഷിയുടെ മുട്ട, ആ മുട്ടയുടെ വലുപ്പത്തിലായിരുന്നു. മനസ്സിലായില്ലേ? ഇതാണ് ഖാതമുൻ നബുവത്ത്. ഓരോരുത്തർ ഓരോ അഭിപ്രായമാണ്, നോക്കാൻ നമുക്ക്. റസൂലുള്ളാഹിൻ്റെ ഖാതമുൻ നബുവത്തിന് പല പ്രത്യേകതയുണ്ട്. റസൂലുള്ളാഹിൻ്റെ ഖാതമുൻ നബുവത്ത് എവിടെയാണ്? മുതുകിലായിരുന്നു. മറ്റുള്ള അമ്പിയാക്കളുടേത് എവിടെയാ? കൈകളിലായിരുന്നു. അവിടെ കൈകളിൽ. മനസ്സിലായില്ലേ? റസൂലുള്ളാഹിൻ്റെത് മുതുകിൽ. ബാക്കിയുള്ള പ്രവാചകന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്, സീലുണ്ടാവും. സീല്, പ്രവാചകനാണെന്നുള്ള സീല്, അള്ളാഹ് കൊടുക്കുന്ന സീലാണത്. അടുത്ത ഹദീസ്. ഹദസനാ സഈദ് ബിൻ യഅഖൂബ് അത്വാൽഖാനി قال حدثنا أيوب بن جابر عن سماك بن حرب عن جابر بن سمرة رضي الله عنه قال رأيت الخاتم, ഞാൻ ഖാതമുൻ നബുവത്തിനെ കണ്ടു, ബൈന കതിഫൈ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ 2 ചുമലുകൾക്കിടയിൽ. സുബ്ഹാനല്ലാഹ്, ഗുദ്ദതൻ ഹംറാ മിസ്ല ബൈളത്തിൽ ഹമാമ, അതൊരു പ്രാവിൻ്റെ മുട്ടയുടെ വലുപ്പത്തിൽ.
ഗുദ്ദത്തൻ ഹംറാ, ഒരു ചുവന്ന മാംസപിണ്ഡമായിട്ട് ഞാൻ കണ്ടു. ചുവന്ന മാംസപിണ്ഡമായിട്ട് ഞാൻ കണ്ടു. ഏതുപോലെ? മിസ്ല ബൈളത്തുൽ ഹമാമ, മാടപ്രാവിൻ്റെ മുട്ടയെപ്പോലെ. حدثنا أبو مصعب المدني قال حدثنا يوسف بن الماجشون عن أبيه عن عاصم بن عمر بن قتادة عن جدته رميثة അദ്ദേഹത്തിൻ്റെ വല്ലുമ്മയായ റുമൈസ റളിയല്ലാഹു അൻഹ അവയെ തൊട്ടാണ് റിപ്പോർട്ട്. ഖാലത്ത് മഹദി പറഞ്ഞു, സമഅതു റസൂലല്ലാഹ്, ഞാൻ റസൂലുള്ളാഹ് പറയുന്നതായിട്ട് കേട്ടു. എങ്ങനെ കേട്ടത്? ഏതവസ്ഥയിലാണ് കേട്ടത്? എത്രത്തോളം അടുത്തു നിന്നാ കേട്ടത്? വലൗ അശാഉ അൻ ഉഖബ്ബിലൽ ഖാതമല്ലദീ ബൈന കതിഫൈ, റസൂലുള്ളാഹിന്റെ രണ്ട് ചുമലുകൾക്കിടയിലുള്ള ഖാതമുൻ നുബുവത്തിനെ ഞാൻ ചുംബിക്കാൻ ഉദ്ദേശിച്ചാൽ, മിൻ ഖുർബിഹി, അത് അത്രത്തോളം റസൂലുള്ളാഹിനോട് ഞാൻ അടുത്തത് കാരണമായിട്ട് ഞാൻ ചുംബിക്കാൻ ഉദ്ദേശിച്ചാൽ ലഫഅൽതു, എനിക്കങ്ങനെ ചെയ്യാമായിരുന്നു. അത്രയും അടുത്തു നിന്ന് ഞാൻ കേട്ടു. പക്ഷെ എന്താ, ഇതൊക്കെ ആൾക്കാർക്ക് കാണാൻ പറ്റിയതാണ്. ഇതൊന്നും അങ്ങനെ എന്തില്ല, റസൂലുള്ളാഹി മറച്ചു വെച്ചതൊന്നും അല്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. അത്രത്തോളം അടുത്ത് നിന്ന് ഞാൻ കേട്ടു. എന്താ കേട്ടത്? ഇത് നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ല, എന്നാലും ആ ഖാതമുൻ നുബുവത്തിൽ ഇതിനെക്കുറിച്ച് ഈ ഹദീസിൽ പ്രതിപാദിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ആ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത്. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി യഖൂലു, അദ്ദേഹം നബി തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ലിസഅദ് ബിൻ മുആദ് യൗമ മാത്, സഅദ് ബിൻ മുആദ് തങ്ങളെ കുറിച്ചിട്ട് യൗമ മാത്, അദ്ദേഹം മരിച്ച ദിവസം റസൂലുള്ളാഹി പറയാണ്, ഇഹ്തസ്സ ലഹു അർശുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അർശ് ഇഹ്തിസാസായി, കുലുങ്ങിപ്പോയി. ആര് മരിച്ച ദിവസം? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരിച്ച ദിവസം എന്തായി? ഇവിടെ ഇഹ്തിസാസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പിടിച്ചു കുലുക്കുന്ന പോലെ കുലുങ്ങാനല്ല. അർശ് സന്തോഷിച്ചു. ലിസ്തിബ്ഷാർ വൽ ഫറഹ് വൽ ഖബൂൽ, വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. കാരണം അവരെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കല്ലേ അർശ്, അള്ളാഹിൻ്റെ അർശാണ്. വലിയ സന്തോഷം. മനസ്സിലായില്ലേ? എന്താണ് കാരണം? ഫറഹം ബിഖുദൂമി റൂഹിഹി, സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ റൂഹ് വരുന്നതിൻ്റെ സന്തോഷം. വഅലീമി മൻസിലത്തിഹി ഇൻദ റബ്ബിഹി, റബ്ബിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളത് കാരണം. വഇഅലാമൻ ലിൽ മലായികതി ബിഫളീലത്തിഹി, മലക്കുകൾക്ക് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫളീലത്ത് അറിയിച്ചു കൊടുക്കാൻ. മനസ്സിലായില്ലേ? അൻസാറുകളുടെ നേതാവാണ് സഅദ് ബിൻ മുആദ്. ബദറിലും ഉഹദിലും പങ്കെടുത്തു. ഖന്തഖ് യുദ്ധത്തിൽ പരിക്കേറ്റു. 1 മാസം കഴിഞ്ഞ് ദുൽഖഅദ മാസത്തിൽ തൻ്റെ 37-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഖന്തഖ് യുദ്ധത്തിൽ ഏറ്റ പരിക്ക് കാരണം 1 മാസം കഴിഞ്ഞിട്ട് മരിച്ചതാണ്. ജന്നത്തുൽ ബഖീലാണ് അവിടെ നിന്ന് മറമാടുന്നത്, പിന്നെ അവിടുത്തെ ഖബറുള്ളത്. ഈ ഹദീസ് ഇവിടെ പറയാൻ കാരണം, ഇതിൽ ഖാതമുൻ നുബുവത്ത് റുമൈസ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, വലൗ അശാഉ അൻ ഉഖബ്ബിലൽ ഖാതം, അത്രത്തോളം ജനങ്ങൾക്ക് കാണാൻ പറ്റിയ ഈ ഖാതമുൻ നുബുവത്ത് എന്ന് വെച്ചിട്ട് ഇങ്ങനെ മറച്ചു വെക്കലൊന്നുമില്ല. എല്ലാവർക്കും എന്താണ് കാണാൻ പറ്റും. അങ്ങനെ പറ്റിയ രൂപത്തിൽ, പരസ്യമായ രൂപത്തിൽ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടുള്ള ഉദ്ദേശം. حدثنا أحمد بن عبدة اللبي وعلي بن حجر غير واحد, ഇവരല്ലാത്ത മറ്റുള്ളവരൊക്കെ ഈ ഹദീസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഖാലു, അവരെല്ലാം പറഞ്ഞു, حدثنا عيسى بن يونس عن عمر بن عبد الله مولى غفرة قال حدثني إبراهيم بن محمد من ولي علي بن أبي طالب. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആരെ? ഇബ്രാഹിം ബിൻ മുഹമ്മദ് എന്നവർ എന്നോട് പറഞ്ഞു, കാന അലിയുൻ, അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു, ഇദാ വസഫ റസൂലുള്ളാഹിനെ വർണ്ണിച്ചാൽ, അങ്ങനെ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വർണ്ണിച്ചാൽ,
അങ്ങനെ ഫദക്കറൽ ഹദീസ ബിതൂലിഹി, ആ ശേഷം ദീർഘമായ ഹദീസ് പറഞ്ഞു. എന്നിട്ട് വഖാല, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബൈന കതിഫൈഹി ഖാതമുൻ നബുവ്വ, റസൂലുള്ളാഹിന്റെ രണ്ട് ചുമലുകൾക്കിടയിൽ ഖാതമുൻ നബുവ്വത്തുണ്ട്. വഹുവ ഖാതമുൻ നബിയ്യീൻ, അവിടുന്ന് അന്ത്യപ്രവാചകരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വേണ്ട, ഇവിടെ എന്താണ് ഖാതമുൻ നബുവ്വത്തുണ്ട് എന്ന് അറിയിക്കുന്ന ഹദീസാണ്. പിന്നെ حدثنا محمد بن بشار حدثنا محمد بن بشار قال حدثنا أبو عاصم قال حدثنا عزرة بن ثابت قال حدثني علباء بن أحمر اليشكري رضي الله عنه قال حدثني أبو زيد عمرو بن أخطب الأنصاري رضي الله عنه قال قال لي رسول الله, എന്നോട് റസൂലുള്ള പറഞ്ഞു, യാ അബാ സെയ്ദ്, ഓ അബൂ സെയ്ദേ, ഉദ്നു മിന്നി, എന്നിലേക്ക് അടുത്തുവാ, എന്നിട്ട് ഫംസഹ് ലഹരി, എൻ്റെ മുതുകൊന്ന് തടവിത്താ, എൻ്റെ മുതുക് തടവിത്തരൂ. അങ്ങനെ ഫമസഹ്തു ലഹ്റഹു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുതുക് തടവിക്കൊടുത്തു. അങ്ങനെ ഫവഖഅത് അസ്വാബിഇ, എൻ്റെ കൈ പതിച്ചു, അലൽ ഖാതമി, എന്തിൻ്റെ മേലിൽ, ഖാതമുൻ നബുവ്വത്തിൻ്റെ മേൽ എൻ്റെ കൈ തട്ടി. കൈ സംഭവിച്ചു, കൈ പതിച്ചു എന്ന് പറഞ്ഞത് കൈ ഇങ്ങനെ തട്ടി എന്ന് പറഞ്ഞു. ആര്? പിന്നെ ബഹുമാനപ്പെട്ട അബൂ സെയ്ദ് അംർ ബിൻ അഖ്തബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഖുൽതു, ഞാൻ ചോദിച്ചു, അമൽ ഖാതമു, എന്താണ് ഖാതം എന്ന് പറഞ്ഞാൽ, എന്താണ് ഖാതം എന്ന് പറഞ്ഞാൽ? ആരോട് ചോദിക്കുകയാണ്? അംർ ബിൻ അഖ്തബ് തങ്ങളോട് ചോദിക്കുകയാണ് ഇത് പറഞ്ഞപ്പോൾ. അപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, ശഅറാത്തുൻ മുജ്തമിആത്ത്, ശഅറാത്തുൻ മുജ്തമിആത്ത്, ചുമലിലെ രോമാവൃതമായ ഒരു മാംസത്തിൻ്റെ തടിപ്പാണ്. നേരെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഷാറാത്തും മുസ്തം, ഒരുമിച്ച് കൂടിയതായ മുടികളാണ്. മുടികൾ മാത്രമല്ല, ആ പിന്നെ ആ മാംസത്തിൻ്റെ മേലിൽ ചെറുങ്ങനെ എന്തുണ്ട്, കുറച്ച് രോമങ്ങൾ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്ത് കൊടുത്തു. ഇവിടെ റസൂലുള്ളാഹിക്ക് എന്തായി? തടവിക്കൊടുത്തു. ബഹുമാനപ്പെട്ട അബൂ സയ്യിദ് തങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാഹി ദുആയിരുന്നു, അല്ലാഹുമ്മ ജമ്മിൽഹു, അല്ലാഹുവേ നീ ഭംഗിയാക്കണേ, സുന്ദരനാക്കണേ. ആരെ? അബൂ സയ്യിദ് തങ്ങൾ. അബൂ സയ്യിദ് തങ്ങൾ ഫആശ 120 സന, 120 കൊല്ലം ജീവിച്ചു. വലൈസ ഫി റഅസിഹി വലഹിയതിഹി ഇല്ലാ ശഅറാത്തുൻ ബീദുൻ. അപ്പം നബി തങ്ങളുടെ ദുആന്റെ ബർക്കത്താണ്. മാതാപിതാക്കൾക്ക്, ഉസ്താദന്മാർക്ക്, ഈ പരമ്പരയിൽ തന്നെ നബി തങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ നബി തങ്ങൾ ദുആരക്കും. അപ്പം അതിൻ്റെ പവർ ഉണ്ടാവും. അപ്പം അങ്ങനെയാണ്, എന്തെങ്കിലും ചെയ്ത് നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സറിഞ്ഞിട്ട് ഒരു സന്തോഷത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞാൽ അതവിടെ ഉണ്ടാവും. നേരെ തിരിച്ചു അങ്ങനെ തന്നെ. കുടുങ്ങിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോകും. നമ്മളെ ഉമ്മാനിപ്പാൻ ഇടങ്ങാറാക്കി, നീ എന്താടാ ഇങ്ങനെ, നീ ഒരിക്കലും നന്നാവില്ലല്ല, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. നമ്മളെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ, നമ്മളെ ഉസ്താദന്മാർ. പിന്നെ ആ വാക്കായിരിക്കും അവിടെ ബാക്കി ഉണ്ടാവുക, ബാക്കിയുള്ളൊന്നും അവിടെ ഉണ്ടാവില്ല. മനസ്സിലായില്ല? അപ്പം അങ്ങനെയാണ്. ഇപ്പോൾ തൽക്കാലം അത്ര മതി. അടുത്ത വലിയൊരു ഹദീസാണ്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു മുൻകാല വേദങ്ങളിലൊക്കെ അറിവുള്ള ആളാണ്. മുൻകാല ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ കേട്ട അറിവ് വെച്ചിട്ട് വിധങ്ങളെ പരിശോധിക്കുന്നുണ്ട്. ആ ആളെന്നെയാണോ ഇത്? 2-3 അടയാളങ്ങൾ അദ്ദേഹം മുൻകാല വേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തു. അങ്ങനെ എന്തായി? അതൊക്കെ കണ്ടു, അങ്ങനെ റസൂലുള്ളാഹിൽ വിശ്വസിച്ചു എന്നാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു.